വെൽക്കം ടു സൈപ്രസ് കോളേജ്. സൈപ്രസ് കോളേജിന്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മറ്റൊരു പോയമാണ്. ദ നെയിം ഓഫ് ദ പോയം ഈസ് ഇഫ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. ഇനി ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈ ഒരു പോയം എഴുതിയിട്ടുള്ള വ്യക്തി റുഡിയാർഡ് കിപ്ലിംഗ് ആണ്. 1895 ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പോയം ഈസ് റിട്ടൺ ലൈക്ക് ഫാദർ ടോക്കിംഗ് ടു ഹിസ് സൺ. അതായത് അദ്ദേഹത്തിന്റെ മകനോട് പറയുന്ന രീതിയിലാണ്, അച്ഛൻ മകനോട് കൊടുക്കുന്ന ഉപദേശം പോലെയാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. എന്താ ഇതിൽ പറയുന്നത്? ഇറ്റ് ടീച്ചേഴ്സ് ഹിം ഹൗ ടു ബിക്കം എ ഗുഡ്, സ്ട്രോങ് ആൻഡ് മെച്യൂർ അഡൾട്ട്. എങ്ങനെയാണ് ഒരു നല്ല വ്യക്തിയാവുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള, മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത്, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? ബിൽഡ് ഇന്നർ സ്ട്രെങ്ത്, അതുപോലെ തന്നെ കീപ്പിംഗ് സെൽഫ് കൺട്രോൾ, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ലൈഫ് ചാലഞ്ചസ്, ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെയൊക്കെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ ദ സമ്മറി. ഇതിൽ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ സക്സസ് ഹീസ് ഹൗ യു ആക്ട് ഡ്യൂറിങ് ഹാർഡ് ടൈംസ്. അതായത് നമ്മുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയങ്ങളിൽ, ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഹൗ യു ബിഹേവ്, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണ് എന്ന് വെക്കുക, വെൻ പീപ്പിൾ ബ്ലെയിം യു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റേ കാം, അതായത് വളരെ ശാന്തമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും സംശയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രസ്റ്റ് യുവർ സെൽഫ്, അതായത് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. ട്രസ്റ്റ് അവർ സെൽഫ്, അതായത് നമ്മൾ നമ്മളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും സംശയത്തോടു കൂടി നോക്കിയാലോ നമ്മളത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. അതുപോലെ തന്നെ വിന്നിങ് ആൻഡ് ലോസിങ്, അതായത് സക്സസ് എന്ന് പറയുന്നതും ഫെയിലിയർ എന്ന് പറയുന്നതും അതെന്താണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തോട്ട് മാത്രമുള്ള കാര്യമാണ്. ഡു നോട്ട് ലാസ്റ്റ് ഫോർ എവർ. ഒരാളുടെ വിജയം ഒരുപാട് കാലം നിൽക്കുകയോ പരാജയം ഒരുപാട് കാലം നിൽക്കുകയോ ഇല്ല. വിജയവും പരാജയവും വരും, അല്ലെ? അപ്പൊ അതിനെ എന്ത് ചെയ്യാ? ടു ട്രീറ്റ് ദ സെയിം വേ, അതായത് വിജയമായാലും പരാജയമായാലും രണ്ടിനെയും ഒരുപോലെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, നമ്മൾ ബുദ്ധിമുട്ടി നമ്മൾ അക്വയർ ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു. ഇഫ് യു ലോസ് എവറിത്തിങ്, സ്റ്റാൻഡ് അപ്പ് ആൻഡ് ട്രൈ അഗെയിൻ, അതായത് വീണ്ടും എന്ത് ചെയ്യാം? അതിനുവേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്റ്റേ ഹംബിൾ, അതായത് വളരെ നമ്മളൊരു എളിമയുള്ളവരായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ക്രൗഡാണ്, നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ പക്ഷെ എന്ത് ചെയ്യണം? കീപ് അവർ ഗുഡ് വാല്യൂസ്, നമ്മുടെ വാല്യൂസ് എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ഹാർഡ്, ഓരോ മിനിറ്റിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ നല്ല നല്ല ചോയ്സസ് നമ്മൾ എന്ത് ചെയ്യണം? നേടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കണ്ടെത്തി അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ നിമിഷവും കഠിനാധ്വാനം ചെയ്യുകയും അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങളും എടുക്കുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചാൽ അവരെയാണ് നമ്മൾ എന്ത് പറയാ? മെച്യൂർഡ് പേഴ്സൺസ് എന്ന് പറയാ. അങ്ങനെ നിനക്കും ഒരു നല്ലൊരു മെച്യൂർഡ് പേഴ്സൺ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നീ ഇത്തരം കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. അതോടുകൂടി നമ്മുടെ ഈ ഒരു സമ്മറി നമ്മൾ പറഞ്ഞു. ഈ ഒരു പോയം ഇഫ് എന്ന് പറയുന്നതിന്റെ സമ്മറിയാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.